everyone, welcome to another video. So ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനൊരു സ്റ്റഡി പ്ലാനൊക്കെ ഇട്ട് പഠിക്കുന്ന ഒരാളൊന്നല്ല. ഞാൻ എൻ്റെ മൂഡ് അനുസരിച്ചാണ് പഠിക്കാറുള്ളത്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ അത് മടുക്കുമ്പോൾ ഞാൻ അടുത്ത സബ്ജക്റ്റ് എടുക്കും. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഒരു സബ്ജക്റ്റാണ് ഫോക്കസ് ചെയ്ത് പഠിക്കലൊന്നും. ഇനി നമ്മുടെ പബ്ലിക് എക്സാം ആവാൻ വേണ്ടിയിട്ട് 1 വീക്ക് മാത്രമേ ഉള്ളൂ. സോ അതിനുള്ളിൽ നമുക്ക് കുറേ സബ്ജക്റ്റ് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അറിയാത്ത കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എപ്പോൾ പഠിക്കുമെന്ന് അറിയില്ല. ഈ 1 വീക്ക് കൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റാണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുള്ളത്. അത് ഇതുവരെ തൊട്ടിട്ടില്ല. സോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആ ഒരു 3 സബ്ജക്ട്സും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്ന 3 സബ്ജക്റ്റ് ബയോളജി, ഫിസിക്സ് ആൻഡ് മാത്സ് ആണ്. സോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയുള്ള ദിവസം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. പക്ഷെ ഞാനൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ കുറച്ച് അധികം റിസ്ക് ഉള്ളതാണ്. 22-ാം തീയതി മുതൽ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫെയർവെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ട് 22nd അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് 23-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് മുതലാണ് ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് 23-ാം തീയതി +1 ബയോളജിയിലെ 10 ചാപ്റ്റേഴ്സ് ഇന്ന് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ 10 ചാപ്റ്റേഴ്സ് ഒരു ദിവസം കൊണ്ട് പഠിക്കാമെന്ന് പറയുന്നത് അത്രക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഒന്നാമത് കഴിഞ്ഞ +1 പഠിച്ച കാര്യങ്ങളാണ്. അതിന് പിന്നെ ഞാൻ ഇപ്പോഴാണ് ബയോളജി തൊടുന്നത് തന്നെ. സോ ഞാൻ ഒരു ഉച്ചയ്ക്ക് ആ സമയത്ത് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ വെറും 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് ജസ്റ്റ് വായിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. വായിച്ച് വിട്ടുന്നല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നത്. തറവായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. കാരണം അതിന് സമയമൊന്നും നമ്മുടെ മുമ്പിലില്ല. സോ അതുകൊണ്ട് ഇന്ന് രാത്രിക്കുള്ളിൽ എങ്ങനെയെങ്കിലും 10 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ 24th ഫെബ്രുവരി നാളെ +2 ബയോളജി കംപ്ലീറ്റ് നോക്കണമെന്നാണ് ഒരു പ്ലാൻ വെച്ചിട്ടുള്ളത്. കാരണം ഓരോരോ ദിവസം ഓരോ ചാപ്റ്റേഴ്സ് വൈസ് പഠിക്കാനൊന്നും നമുക്കിന് സമയമില്ല. അപ്പോൾ മാക്സിമം പറ്റുന്നത്ര ദിവസം നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. സോ നാളെ 24th ഫെബ്രുവരി +2 ബയോളജി മൊത്തം ഒന്ന് നോക്കാനാണ് പ്ലാൻ ഉള്ളത്. പിന്നെ 25th, 26th, 27th ഈ 3 ദിവസവും +2 ഫിസിക്സ് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല 3 ദിവസം കൊണ്ട് 14 ചാപ്റ്റേഴ്സ് പഠിക്കാന്നുള്ളത്. പക്ഷെ മാക്സിമം പറ്റുന്നത്ര എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. അല്ലാതെ വേറെ ഒരു വഴിയോ ഇല്ല. അത് മാത്രമല്ല 27th പഠിക്കാൻ വേണ്ടി പറ്റുമോ അറിയില്ല. 27th നമ്മുടെ ഫെയർവെൽ വരുന്നത്. സോ അന്ന് രാത്രിയാമത്തെ ഇരുന്ന് കുറച്ചെങ്കിലും പറ്റുന്നത്ര പഠിക്കണം. അപ്പോൾ ആ ദിവസം അങ്ങനെ. പിന്നെ 28-ാം തീയതിയും 1-ാം തീയതിയും +2 കെമിസ്ട്രി പഠിക്കണം. സോ ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. കെമിസ്ട്രിക്ക് 2 ദിവസം കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് 2 ദിവസം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ദിവസങ്ങളൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്താക്കിയ ഒരു പ്ലാനാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചെയ്തൊരു സ്റ്റഡി പ്ലാനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ 2-ാം തീയതി ഇംഗ്ലീഷ് ഇരുന്ന് പഠിക്കണം. കാരണം 3-ാം തീയതി ഇംഗ്ലീഷിൻ്റെ പബ്ലിക് എക്സാം ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ എനിക്ക് നോക്കാനുണ്ട്. ഞാൻ ഇതുവരെ ഗ്രാമറൊന്നും നോക്കിയിട്ടില്ല. ഗ്രാമർ നോക്കാനുണ്ട്, ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. അപ്പോൾ 2-ാം തീയതി ഇരുന്ന് മൊത്തം എങ്ങനെയെങ്കിലും കവർ ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊടുക്കാൻ കാരണം വേറൊരു ദിവസം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഞാൻ ഒരു ദിവസം കൊടുത്തത്. പിന്നെ 4-ാം തീയതി 3-ാം തീയതി എക്സാം കഴിഞ്ഞ് 4-ാം തീയതി നമുക്ക് ഫിസിക്സ് റിവൈസ് ചെയ്യണം. കാരണം 5-നാണ് ഫിസിക്സിൻ്റെ പബ്ലിക് എക്സാം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ 4-ാം തീയതി ഫിസിക്സ് പഠിച്ച് 5-ാം തീയതി പബ്ലിക് എക്സാമും കഴിഞ്ഞ് 6-ാം തീയതി ബയോളജി റിവൈസ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം 7th-നാണ് നമ്മൾ ബയോളജി എക്സാം വരുന്നത്. അപ്പോൾ നാളെ ഒരു ദിവസം ബയോളജി റിവൈസ് ചെയ്യും, 6-ാം തീയതിയും റിവൈസ് ചെയ്യും. അപ്പം ഏകദേശം ബയോളജി സെറ്റാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 7-ാം തീയതി എക്സാം കഴിഞ്ഞാൽ 8-ാം തീയതിയും 9-ാം തീയതിയും കെമിസ്ട്രി റിവൈസ് ചെയ്യണം. അപ്പോൾ കെമിസ്ട്രി ഓൾറെഡി 2 ദിവസം 28-ാം തീയതിയും 1-ാം തീയതിയും പിന്നെ കെമിസ്ട്രി പബ്ലിക് എക്സാമിന് തലേന്ന് 2 ദിവസം ഉണ്ട്. സോ ഈ 4 ദിവസം കൊണ്ട് കെമിസ്ട്രി എങ്ങനെയെങ്കിലും റിവൈസ് ചെയ്യണം തറവായിട്ട്. അങ്ങനെയാണ് പ്ലാന്. 10-ാം തീയതി കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് 11-ാം തീയതി +1 മാത്സ് പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം +1 മാത്സ് പഠിക്കാൻ വേണ്ടി വേറെ ദിവസമൊന്നും ഇല്ല. ഞാൻ ഇതുവരെ ഒരു സബ്ജക്റ്റും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ. സോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. 11-ാം തീയതി +1 മാത്സ്, 12-ാം തീയതി +1 ബയോളജി. അപ്പോൾ ഇന്ന് കുറച്ച് പാഠം പഠിക്കാം. 19 പാഠമാണ് ടോട്ടൽ നമുക്ക് +1 ബയോളജിക്ക് ഉള്ളത്. സോ ഇന്നൊരു 10 പാഠം പഠിക്കണം. 12-ാം തീയതി ബാക്കി 9 പാഠവും കൂടി നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പിന്നെ 12-ാം തീയതി +1 ബയോളജി പഠിക്കാം. 13th +1 ഫിസിക്സ് പഠിക്കാം. അപ്പോൾ +1 ഫിസിക്സിന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ തലേ ദിവസം ഒരു ദിവസം പഠിക്കാനുണ്ട് എന്നല്ല, റിവൈസ് ചെയ്യാനുള്ള ഒരു ദിവസമാണ്. പക്ഷെ ഞാൻ ഇതുവരെ പഠിക്കാത്തതുകൊണ്ട് 13-ാം തീയതിയും പിന്നെ +1 ഫിസിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് തലേന്ന് നോക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ 14th 15th 16th +2 മാത്സ്. ശരിക്കും പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് 14 പാഠം മാത്സ് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ 14, 15, 16 ഞാൻ മാത്സ് പഠിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ 17-ാം തീയതിയാണ് നമുക്ക് മാത്സ് എക്സാം. 17-ാം തീയതി മാത്സ് എക്സാം കഴിഞ്ഞ് 18-ന് ഹിന്ദി പഠിക്കണം. കാരണം 19-നാണ് നമ്മുടെ ഹിന്ദി എക്സാം വരുന്നത്. സോ 18-ാം തീയതി ഹിന്ദി പഠിക്കണം. ഹിന്ദി എനിക്ക് ലാസ്റ്റ് യൂണിറ്റ് 3 ചാപ്റ്റേഴ്സും എനിക്കറിയില്ല. സോ ആ 3 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ഏതെങ്കിലും ദിവസം ഇരുന്ന് കാണണം. സോ ഇല്ലാന്നുണ്ടെങ്കിൽ 18-ാം തീയതി തന്നെ കാണേണ്ടി വരും. സോ ആ 3 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് എനിക്ക് കാണാനുണ്ട്. 18-ാം തീയതി ഹിന്ദി പഠിക്കണം. പിന്നെ 19-ന് എക്സാം ഹിന്ദിൻ്റെ. പിന്നെ 20-ന് നമ്മുടെ ബയോളജി എക്സാമാണ്. ബയോളജി എക്സാം ഒരു ദിവസം പോലും ഇല്ല ഗൈസ്, ഇമ്പ്രൂവ്മെൻറ്റ് മൊത്തം റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എഴുതാണ്ട് നിൽക്കാനും കഴിയില്ല, എഴുതണം. അപ്പോൾ പറ്റുന്നത്ര എന്തായാലും അറ്റൻഡ് ചെയ്യാൻ നോക്കാം. പിന്നെ 21ന് നമുക്ക് ഫിസിക്സ് പഠിക്കാനൊരു ദിവസമുണ്ട്. കാരണം 22നാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത്. സോ 21-ാം തീയതി ഫിസിക്സ് നോക്കണം. അപ്പോൾ ഈ ദിവസത്തിൽ ഞാൻ ചാപ്റ്റേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല. പറ്റുന്നത്ര ചാപ്റ്റേഴ്സ് മാക്സിമം നോക്കി ബാക്കിയുള്ളത് പിന്നെ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 22-ന് നമ്മൾ ഫിസിക്സ് എക്സാം കഴിഞ്ഞാൽ 23-ാം തീയതിയും 24-ാം തീയതിയും നമുക്ക് മാത്സ് പഠിക്കാൻ വേണ്ടി സമയമുണ്ട്. അപ്പോൾ ആ 2 ദിവസം +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാത്സ് പഠിക്കണം. പിന്നെ 25ന് നമ്മുടെ മാത്സ് എക്സാമാണ്. അതോടെ നമ്മുടെ എല്ലാ എക്സാമും തീരും ഗൈസ്. അപ്പം ഞാൻ ഈ പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സോ ഇങ്ങനെയാണ് പഠിക്കാൻ ഞാനൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ പഠിക്കാണ്ട് വെറുതെ ഉഴപ്പി നടന്നാൽ ഒന്നും നടക്കത്തുമില്ല. സോ നിങ്ങൾക്ക് ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടാ ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെയാണൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ടഫിലെ സബ്ജക്റ്റ് അതൊക്കെ നോക്കിയിട്ടാണ് ഞാനൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല, കാരണം നിങ്ങൾക്ക് ഡിഫിക്കൽട്ടിയിലെ സബ്ജക്റ്റ് വേറെ ആയിരിക്കും. സോ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ +2 എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. So yeah, thank you for watching. Bye.